അന്തരിച്ച മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന് അന്ത്യാഞ്ജലി അർപ്പിച്ച രാജ്യം. രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി, ആഭ്യന്തരമന്ത്രി എന്നിവർ ജൻപഥിലെ വസതിയിലെത്തി മുൻ പ്രധാനമന്ത്രിക്ക് അന്തിമോപചാരം അർപ്പിച്ചു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ, സോണിയാഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും വസതിയിലെത്തി. ജീവിതം മാറ്റങ്ങൾക്ക് വേണ്ടി സമർപ്പിച്ചയാളെന്നും വീൽചെയറിൽ വരെ പാർലമെന്റിലെത്തിയ മൻമോഹൻ സിംഗ് മാതൃകയെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനുസ്മരിച്ചു. നാളെ കോൺഗ്രസ് ആസ്ഥാനത്തെ പൊതുദർശനത്തിന് ശേഷം രാജ്ഘട്ടിന് സമീപത്താണ് അന്തിമകർമ്മങ്ങൾ നടക്കുക. സംസ്കാര സ്ഥലം, സമയം എന്നിവ നിശ്ചയിക്കാനുള്ള കേന്ദ്രമന്ത്രിസഭായോഗം തുടങ്ങിയിട്ടുണ്ട്. നോബിൾ മാരിക്കാരൻ നൽകും വിവരങ്ങൾ. നോബിൾ മാരിക്കാരൻ, ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗിന് ഉചിതമായ ഒരു യാത്രയയപ്പ് നടത്താനുള്ള ക്രമീകരണങ്ങളല്ലേ ഇപ്പോൾ നടക്കുന്നത്? അദ്ദേഹത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് രാജ്യം? സുജയ, ഇന്നലെ അന്തരിച്ച മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന് ഉചിതമായ യാത്രയയപ്പ് നടത്താനുള്ള എല്ലാ ഒരുക്കങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര മന്ത്രിസഭയുടെ യോഗം അല്പസമയം മുമ്പാണ് ആരംഭിച്ചത്. ഈ മന്ത്രിസഭാ യോഗത്തിലാണ് അദ്ദേഹത്തിന് സംസ്കാരവുമായി ബന്ധപ്പെട്ട സമയം, അതോടൊപ്പം തന്നെ സ്ഥലം അടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനം എടുക്കുക. നിലവിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം രാജ്ഘട്ടിന് അടുത്ത് തന്നെ മൻമോഹൻ സിംഗിനും അന്ത്യവിശ്രമം ഒരുക്കാനുള്ള സ്ഥലം അനുവദിക്കും എന്നുള്ള വിവരമാണ് ഇക്കാര്യത്തിൽ പുറത്തേക്ക് വരുന്നത്. അതിൻ്റെ ഔദ്യോഗിക സ്ഥിരീകരണം എന്താണെങ്കിലും വരാനുണ്ട്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഉള്ളത് ജൻപത്തിലെ 3-ാം നമ്പർ വസതിയിലാണ്. ഇവിടെ പ്രധാനപ്പെട്ട പല നേതാക്കളും രാവിലെ തന്നെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങി. പ്രധാനമായും രാജ്യത്തിൻ്റെ രാഷ്ട്രപതി ദ്രൗപദി മുർമു, ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, അതോടൊപ്പം JP നദ്ദ അടക്കമുള്ള നേതാക്കൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുൻ ഖർഗെ അടക്കമുള്ള കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാം ഈ വസതിയിൽ ഉണ്ട്. കുടുംബാംഗങ്ങൾ അടക്കമുള്ളവരുമായി കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നാളെയാണ് സംസ്കാര ചടങ്ങ് നടക്കുക. കാരണം മൻമോഹൻ സിംഗിന്റെ ഒരു മകൾ ഉള്ളത് അമേരിക്കയിലാണ്. ഇന്ന് രാത്രിയോടെ അവർ തിരിച്ചെത്തും എന്നാണ് നമുക്ക് വിവരം ഉള്ളത്. അതിനുശേഷമായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകൾ ഉൾപ്പെടെ അതിൻ്റെ ഒരു സമയക്രമം ആവുകയുള്ളൂ. ഇപ്പോൾ നമുക്ക് വാഹനങ്ങളിൽ കാണാൻ കഴിയും നിരവധി VVIPകൾ അടക്കം ഇവിടെ എത്തി അവർ മടങ്ങുന്ന കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പ്രധാനപ്പെട്ട പല നേതാക്കളും എത്തുന്നതിന് വേണ്ടി അതീവ സുരക്ഷയിലാണ് ജൻപത്തിലെ ഈ മേഖല ഒരുക്കിയിരിക്കുന്നത്. അത്തരത്തിൽ പ്രധാനപ്പെട്ട പല നേതാക്കളും എത്തിയിരിക്കുന്നു. ഇനിയും കുറേ നേതാക്കൾ എത്താനുണ്ട്. നാളെ രാവിലെ 8:30 മുതൽ കോൺഗ്രസിൻ്റെ AICC ആസ്ഥാനത്ത്, ദില്ലിയിൽ AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകുമെന്ന വിവരമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് വൃത്തങ്ങൾ നൽകുന്നത്. അവിടെയായിരിക്കും പ്രധാനപ്പെട്ട മറ്റ് നേതാക്കൾക്കും അതോടൊപ്പം പാർട്ടി പ്രവർത്തകർക്കും മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയം അനുവദിച്ചിരിക്കുക. ഇന്നിപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്ന സോണിയാഗാന്ധിയുടെ ഔദ്യോഗിക വാഹനമാണ്. സോണിയാഗാന്ധിയെ ഇങ്ങോട്ട് ക്ഷണിക്കുന്നതിന് വേണ്ടി തിരിച്ച് വിളിച്ചു വരുന്നതിന് വേണ്ടി വാഹനം അകത്തേക്ക് പോകുന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രധാനപ്പെട്ട നേതാക്കൾ ഇത്തരത്തിൽ ഇവിടെ മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളുമായി ഇപ്പോഴും ആശയവിനിമയം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ തന്നെ നാളെ 8:30 മുതൽ AICC ആസ്ഥാനത്ത് പൊതുദർശനം ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും ഉണ്ടായിരുന്നത് കർണാടകയിലെ ബെൽഗാവിലാണ്. അവിടെ കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്നലെ ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയുള്ള ചാർട്ടേഡ് വിമാനത്തിൽ നേതാക്കൾ ദില്ലിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. 11 മണിയോടുകൂടി തന്നെ കഴിയുമ്പോൾ തന്നെ നേതാക്കൾ ദില്ലിയിൽ എത്തും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ ഇതിനോടകം തന്നെ ദില്ലിയിൽ എത്തിയിരിക്കുന്നു. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ഇവിടെ എത്തി മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കും. മുൻ ജമ്മു കാശ്മീർ മുഖ്യമന്ത്രിയും മുൻ കോൺഗ്രസ് നേതാവും ായിരുന്ന ഗുലാം നബി ആസാദ് ഇപ്പോൾ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി വസതിക്ക് അകത്തേക്ക് പോയിട്ടുണ്ട്. അത്തരത്തിൽ രാജ്യത്തിൻ്റെ വിവിധ കോണുകളിലുള്ള നിരവധി നേതാക്കളുമായി വലിയ ആത്മബന്ധം മൻമോഹൻ സിംഗിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ അവസാനമായി മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്ന നേതാക്കളുടെ എണ്ണത്തിലും വലിയ വർധനവുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പരമാവധി നേതാക്കളോട്, പ്രത്യേകിച്ച് കോൺഗ്രസ് അല്ലാത്ത മറ്റ് പാർട്ടികളുടെ നേതാക്കളാണ് ഇന്നിപ്പോൾ വസതിയിൽ അധികമായി എത്തി അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിൻ്റെ ഭാഗത്ത് പ്രധാനപ്പെട്ട നേതാക്കൾ മാത്രമാണ് ഇപ്പോൾ ഇവിടെ എത്തി അന്തിമോപചാരം അർപ്പിക്കുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെ മടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ഒപ്പം രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് മല്ലികാർജ്ജുൻ ഖാർഗെ ഇവിടെ എത്തി മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. ഇന്നലെ രാത്രിയും പ്രത്യേകിച്ച് കർണാടകയിൽ നിന്ന് ദില്ലിയിലേക്ക് മടങ്ങിയെത്തിയ മൻമോഹൻ സിംഗ് രാത്രി തന്നെ ഇവിടെ എത്തി ദില്ലിയിലേക്ക് മടങ്ങിയെത്തിയ മല്ലികാർജ്ജുൻ ഖാർഗെ രാത്രി തന്നെ ഇവിടെ എത്തി മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് അല്പം മുമ്പ് അദ്ദേഹം വീണ്ടും ഇവിടെ എത്തിയത്. പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ അത്തരത്തിൽ കൂടിക്കാഴ്ച നടത്തിയ ശേഷം മടങ്ങുന്ന കാഴ്ചകളാണ് ദൃശ്യങ്ങളിലുള്ളത്. നിലവിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇന്ന് ഈ വസതിയിൽ തന്നെ സൂക്ഷിക്കും എന്ന വിവരമാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ. ഇപ്പോൾ പ്രകാശ് കാരാട്ട്, CPMൻ്റെ കോർഡിനേറ്റർ കൂടിയായ പ്രകാശ് കാരാട്ട് അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കാൻ വസതിക്ക് അകത്തേക്ക് പോകുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ വിവിധ രാഷ്ട്രീയ കക്ഷികൾ, പ്രത്യേകിച്ച് UPA സർക്കാരിൻ്റെ കാലത്ത് ഈ UPA സർക്കാരിൻ്റെ ഒരു ഘടകകക്ഷി കൂടിയായിരുന്നു CPM. പ്രകാശ് കാരാട്ട് അടക്കം അന്ന് CPMൻ്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. അക്കാലത്ത് അദ്ദേഹം എടുത്ത നിലപാടുകളൊക്കെ ആ സഖ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറെ നിർണായകമായ നിലപാടുകൾ എടുത്ത നേതാവാണ്. അതോടൊപ്പം തന്നെ ആ സഖ്യത്തിന് പിന്നീട് പിന്തുണ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ടും അദ്ദേഹം എടുത്ത നിലപാടുകൾ
നേതാക്കൾ, പ്രത്യേകിച്ച് ആസിയാൻ കരാർ അടക്കമുള്ള, ഇപ്പോൾ രാഹുൽ ഗാന്ധി കൂടിക്കാഴ്ച നടത്തിയ ശേഷം, കുടുംബാംഗങ്ങളടക്കമുള്ളവരെ കൂടിക്കാഴ്ച നടത്തിയ ശേഷം രാഹുൽ ഗാന്ധി, സോണിയാഗാന്ധി അടക്കമുള്ള നേതാക്കൾ പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ്, സോണിയാഗാന്ധി പുറത്തേക്ക് പോകുന്ന കാഴ്ചയാണ് ഇപ്പോൾ കണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഇങ്ങനെ പല ഘട്ടങ്ങളിലായി എത്തിയ കോൺഗ്രസിൻ്റെയും അതോടൊപ്പം തന്നെ മറ്റ് പാർട്ടികളുടെയും നേതാക്കൾ മൻമോഹൻ സിംഗിൻ്റെ കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇപ്പോൾ തിരിച്ചു മടങ്ങുന്നു. വലിയ ശക്തമായ മഴ ദില്ലിയിലുണ്ട്. ഇന്ന് രാവിലെ മുതൽ തന്നെ പെയ്യുന്ന മഴയാണ്. മഴയ്ക്ക് ഒരു ശമനവും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് ഈ അദ്ദേഹത്തെ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുന്ന ആളുകളുടെ എണ്ണത്തിൽ ഒരു കുറവുണ്ടാക്കിയിട്ടുണ്ട്. അത്തരത്തിൽ അതിൻ്റെ മറ്റ് പ്രവർത്തനങ്ങളെ ബാധിച്ചിട്ടുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. നിലവിൽ ഇപ്പോൾ CPM-ൻ്റെ ഇപ്പോൾ മറ്റു നേതാക്കൾ കൂടി പുറത്തേക്ക് വരികയാണ്. ഇപ്പോൾ എത്തുന്നത് നമ്മൾ മനസ്സിലാക്കുന്നത് പ്രകാരമാണെങ്കിൽ ഗുലാം നബി ആസാദ് കൂടിക്കാഴ്ച നടത്തി മടങ്ങിയിരിക്കുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഇവിടെ എത്തിക്കൊണ്ട് മൻമോഹൻ സിംഗിന് അന്തിമോപചാരം അർപ്പിച്ച് മടങ്ങുകയാണ്. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ എത്തുന്ന നേതാക്കളുടെ എണ്ണം ഏറെക്കുറെ ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം അല്പം മുമ്പ് ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേന അടക്കമുള്ള ആളുകളും ഇവിടെ എത്തി അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിച്ചിരുന്നു. സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രാജ്യത്തിന്റെ ആദരിക്കുന്ന, ബഹുമാനിക്കുന്ന വ്യക്തിത്വമാണ് നമ്മുടെ പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ്. അദ്ദേഹത്തിന് ഏറ്റവും ഉചിതമായ യാത്രയയപ്പ് നൽകാനുള്ള തയ്യാറെടുപ്പാണ് രാജ്യത്ത് നടക്കുന്നത്. 7 ദിവസത്തെ ദുഃഖാചരണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. മികച്ച ഭരണതന്ത്രജ്ഞനെ കൂടിയാണ് ഡോക്ടർ മൻമോഹൻ സിംഗിന്റെ വിയോഗത്തിലൂടെ നമുക്ക് നഷ്ടമാകുന്നത്.